23-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി. ഇപ്പോഴാണ് വാർത്ത വന്നിരിക്കുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ബംഗളൂരു സ്വദേശിനിയാണ് ഈ പരാതി നൽകിയത്. ബംഗളൂരുവിൽ താമസിക്കുന്ന പെൺകുട്ടി നേരെ KPCC പ്രസിഡന്റിന് പരാതി നൽകുകയായിരുന്നു. അത് KPCC പ്രസിഡന്റാണ് DGPക്ക് കൈമാറുകയും പിന്നാലെ ആ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. അതിലിപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നേരത്തെ ആദ്യത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് 15-ാം തീയതി വരെ തടഞ്ഞിരുന്നു. അതിൽ കോടതി പറഞ്ഞത് 15-ാം തീയതി വരെ മറ്റ് നടപടികൾ പാടില്ല, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പാടില്ല എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ആ കേസ് കൂടി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ കൂടി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സിജോ, കോടതി എന്തൊക്കെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് രാഹുലിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ഈ ജാമ്യവ്യവസ്ഥകൾ നമുക്ക് അല്പസമയത്തിന് അറിയാം. എന്നാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ വന്നിരിക്കുന്ന ഈ ഉത്തരവ്. രാഹുലിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചോട് കൂടിയിട്ട് ഇനി പുറത്തേക്ക് വരുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല. കാരണം കഴിഞ്ഞ കേസിൽ 15-ാം തീയതി വരെ അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ മുൻകൂർ ജാമ്യം കൂടി അനുവദിച്ച സാഹചര്യത്തിൽ രാഹുൽ ഇനി ഒളിവിൽ തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തൊക്കെ വ്യവസ്ഥകളാണ് ഇതിലൊന്നുള്ളത് സംബന്ധിച്ച് അല്പസമയത്തിന് നമുക്ക് അറിയാൻ സാധിക്കും. സ്വാഭാവികമായി പറയുന്ന പോലെ ഏത് നിമിഷവും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകുക, ചോദ്യം ചെയ്യൽ ഹാജരാകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വ്യവസ്ഥകളുടെ ഭാഗമായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് സംബന്ധിച്ച് നമുക്ക് ലഭ്യമായി വരുന്നേ ഉള്ളൂ. എന്തായാലും ശക്തമായ തെളിവുകൾ തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം നൽകുന്ന മൊഴിയുടെ വിശദാംശങ്ങൾക്ക് പുറമെ ഇന്ന് ചില വാട്സാപ്പ് സന്ദേശങ്ങൾ കൂടി, ചാറ്റുകൾ കൂടി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല കൂടുതൽ വകുപ്പുകൾ ചുമത്തിയ വിശദാംശങ്ങൾ കൂടി സംബന്ധിച്ച പോലീസിന്റെ റിപ്പോർട്ട് കൂടിയാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ ഗുരുതരമായ വകുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജില്ലാ കോടതി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ ജില്ലാ കോടതിയിൽ നിന്ന് രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സിജോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ കേസിലെ ഹർജി 15-ാം തീയതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുക. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുടെ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണോ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നത്? രാഹുൽ അക്കാര്യം കൂടി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം തനിക്കെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യങ്ങൾ കൂടി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വാദം രാഹുലിൻ്റെ എന്ന് പറയുന്നത് ഇത് ആരാണ് ഈ പരാതി നൽകിയിരിക്കുന്നതോ ഈ സംഭവം നടന്നിരിക്കുന്നത് എവിടെയാണെന്നുള്ള സംബന്ധിച്ച് കൃത്യമായ തെളിവുകളില്ല. തനിക്കെതിരെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു പരാതിയാണെന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ വാദമുണ്ടായിരുന്നത്. പക്ഷേ ആ വാദം പിന്നീട് ഈ അതിജീവിതയുടെ മൊഴിയെടുത്തതിന് ശേഷം ദുർബലപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ കേസിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് FIR രജിസ്റ്റർ ചെയ്യുന്നത് ബലാത്സംഗ കുറ്റമാണ്. അത് KPCC പ്രസിഡന്റിന് ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി മാത്രം പരിശോധിച്ചതിന് ശേഷമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇതിന്റെ തുടർ നടപടി എന്ന നിലയിൽ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അതിജീവിത ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്നുള്ളതാണ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ഇവർ ബംഗളൂരുവിൽ താമസിക്കുന്ന സമയത്താണ് രാഹുലുമായി പരിചയപ്പെടുന്നത്. പിന്നീട് വിവാഹ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇത്തരത്തിൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇവരെ വിളിച്ചു വരുത്തുന്നത്. പിന്നീട് ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുകയും ചെയ്തിരുന്നത്. പിന്നീട് തനിക്ക് വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു കാര്യം ഈ യുവതിയെ രാഹുൽ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി രാഹുൽ വീണ്ടും ശ്രമിച്ചു. പല ഘട്ടങ്ങളിലും ഫോൺ എടുക്കാതെ വരുന്ന സമയത്ത് അസഭ്യം പറയുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വീടിൻ്റെ അടുത്ത് വരികയെന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ ഈ അതിജീവിത മൊഴിയെ പറയുകയും ചെയ്തിരുന്നു. ഈ മൊഴിയും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും ഇവർ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രാഥമിക വാദം കേൾക്കലിനൊക്കെ ശേഷം അല്ലെങ്കിൽ തുടർ നടപടികൾക്ക് ശേഷമാണ് ഈ പറയുന്ന വിശദമായ പരിശോധനകളിലേക്ക് അല്ലെങ്കിൽ തെളിവുകൾ പരിശോധിക്കുന്നതിലേക്ക് കോടതി പോവുകയും ചെയ്തിരുന്നത്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ 15-ാം തീയതി വരെയെങ്കിലും, കാരണം ഈ 15-ാം തീയതിയാണ് ഈ കേസിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം. ഇനി 15-ന്
ഇതിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിൽ വിശദമായ വാദം കേൾക്കും. ആ കേസിൽ ജാമ്യം തള്ളുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റിൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കും. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ വൈകാതെ തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പക്ഷേ അത് എന്തായാലും തൽക്കാലത്തേക്ക് സാധിക്കില്ല. പക്ഷേ രാഹുലിന് അതായത് ആദ്യ കേസ് എടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുകയായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഈ ഒളിവ് ജീവിതം. ഇപ്പോൾ എന്തായാലും 15-ാം തീയതി മറ്റൊരു കേസ് പരിഗണിക്കാനിരിക്കുന്നു, ഹർജി പരിഗണിക്കാനിരിക്കുന്നു. ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൂടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒളിവിൽ കഴിയേണ്ട സാഹചര്യമില്ലല്ലോ. അതിനിടെ എവിടെയെങ്കിലും പൊങ്ങാൻ സാധ്യത ഉണ്ടെന്നാണോ? അത് നമുക്കറിയില്ല. അത് രാഹുലുമായി ബന്ധപ്പെട്ടോ അല്ലെ രാഹുലിന് തീരുമാനിക്കേണ്ടതാണ്. കാരണം ഈ ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞു എന്നുള്ളത് മാത്രമാണുള്ളത്. അത് 15-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെയാണ് തടഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും 15-ാം തീയതി വിശദമായ വാദം കേൾക്കുമ്പോൾ അത് രാഹുലിന് തിരിച്ചടിയാവുകയാണെന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷേ ഒരുപക്ഷെ രാഹുൽ ഒന്നും കൂടി കാത്തിരുന്ന് തൻ്റെ ഭാഗം അല്ലെ 2 കേസുകളിലും ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ നിയമപരമായി പുറത്തു വരുന്നതിൽ മറ്റ് അറസ്റ്റ് നടപടികളിലേക്കും പ്രശ്നമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15-ാം തീയതി വരെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ 15 വരെ രാഹുൽ സേഫാണ്. ഇനി അത് പുറത്തു വരുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്.